പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന കോഴിക്കോട് റൂറൽ എസ്പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വിശദീകരണം. അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ അതിന് വിരുദ്ധമായ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാഫിയുടെ മൂക്കിൽ 2 പൊട്ടലുണ്ട്. ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. ഇതിനിടെ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്ത് പോലീസ് മറ്റൊരു നടപടിയും എടുത്തു. ഇതോടെ ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ ഷാഫി ജയിലിലാകുന്ന അവസ്ഥയാണുള്ളത്. പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റിരുന്നു. പേരാമ്പ്ര ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലും പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു അടിയിലാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത്. നേരത്തെ CPM നേതാക്കളും റൂറൽ SPയും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു. എന്നാൽ ലാത്തി ചാർജിലാണ് പരിക്കേറ്റതെന്ന കോൺഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങൾ തെളിവായി. ഇന്നലെ വൈകിട്ടോടെയാണ് UDF പ്രകടനം പേരാമ്പ്ര ടൗണിലേക്ക് എത്തിയത്. ഇതിനു മുമ്പ് LDF പ്രകടനവും ഇവിടെ നടന്നിരുന്നു. ടൗണിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയ UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി പോലീസിന് ഏറ്റുമുട്ടലുണ്ടായത്. പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് MPക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം CKGM ഗവൺമെന്റ് കോളേജ് തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സീറ്റ് UDF പിടിച്ചെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. UDSF ആഹ്ലാദ പ്രകടനം പോലീസ് റോഡിൽ തടഞ്ഞതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. പോലീസ് അതിക്രമത്തിനെതിരെ UDF ഹർത്താൽ നടത്തിയതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഹർത്താലിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധ പ്രകടനമാണ് ടൗണിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആദ്യം നടന്നത്. പിന്നാലെ UDF പ്രകടനവുമായെത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ബസ് സ്റ്റാൻഡിന് തൊട്ടു മുൻപ് പ്രകടനം തടഞ്ഞു. ഇതോടെ പോലീസുമായി ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. എതിർഭാഗത്ത് CPM പ്രവർത്തകർ കൂടി നിന്ന് മുദ്രാവാക്യം മുഴക്കിയതോടെ പോലീസ് നടുവിൽ നിലയുറപ്പിച്ചു. ഷാഫി പറമ്പിൽ MP എത്തിയതോടെ പ്രവർത്തകർ വീണ്ടും ആവേശത്തിലായി. 2 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ലാത്തി വീശലിലേക്ക് കടന്നത്. ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചതോടെ എല്ലാവരും ചിതറിയോടി. വീണ്ടും തിരികെ വന്നെങ്കിലും പോലീസ് ഓടിച്ചു. ഇടയ്ക്ക് കല്ലേറുണ്ടായി. ഇതിനിടയിലാണ് MP ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. ഗ്രനേഡ് പൊട്ടി. വടകര DYSP R ഹരിപ്രസാദിനും പേരാമ്പ്ര DYSP സുനിൽ കുമാറും അടക്കം 8ഓളം പോലീസുകാർക്കും പരിക്കേറ്റു.